ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഐറ്റം മുറുക്ക്. അതിന് അരിപ്പൊടി വേണം, കടലമാവ് വേണം, പിന്നെ കുറച്ച് പൊരികടല പൊടിച്ചതും വേണം. പൊരികടലയൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചത്. അപ്പോൾ ഇത് 1 കപ്പ് നിറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി അല്ല, പട്ടുപൊടിയാണ്. ഇത് 1 കപ്പ് നിറച്ച്. ഇത് കടല പൊടിയാണ്, കടലമാവ് എന്ന് പറയും. നമ്മുടെ ബംഗാൾ ഗ്രാം ഇല്ലേ, ബംഗാൾ ഗ്രാം, അതായത് ഈ പുട്ടും കടലയ്ക്ക് ഉണ്ടാക്കുന്ന കടല, അത് പൊടിച്ചത്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്. 3/4 കപ്പ്. പ്രത്യേകമായ കണക്കൊന്നും ഇതിന് വേണ്ട. അരിപ്പൊടി കൂടുതലും ബാക്കിയെല്ലാം കുറച്ച് കുറവും എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഞാൻ ഒരു കഷ്ടിച്ച് 1/2 കപ്പ് പൊരികടല, പൊട്ടുകടല കടയിൽ കിട്ടുമല്ലോ, അതൊന്ന് പതുക്കെ ചൂടാക്കിയിട്ട് പൊടിച്ചതാണിത്. ഈ പൊട്ടുകടല, അതായത് പൊരികടല പൊടിച്ചതും കൂടെ ചേർത്താൽ ഒരു മെച്ചമുണ്ട്. എണ്ണ കുടിക്കുന്നത് കുറയും, പിന്നെ തകർച്ച നന്നായിട്ട് കൂടും. പല്ല് മേലാത്തവർക്കും ഒക്കെ പോലും ഇത് കടിച്ച് കഴിക്കാൻ പറ്റും. മൊര പൊട്ടും. നല്ല ശബ്ദത്തോടു കൂടി ഒടിച്ചു മാറ്റാം നമുക്ക്. അതാണ് ഇത്. 3 കൂടിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഈ 3 പൊടിയും കൂടെ നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മതി, ബലമൊന്നും കൊടുക്കണ്ട, ചുമ്മാ മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഉപ്പ് ഇടാം. 1 ടീസ്പൂൺ വടിച്ച്. മുളക് പൊടി അവനവൻ്റെ പാകത്തിന്. ഞാൻ കുറച്ചേ ഇടുകയുള്ളൂ, 1/2 ടീസ്പൂൺ ഇട്ടു. നിറത്തിന് മഞ്ഞൾപ്പൊടി, ഇത്ര മഞ്ഞൾപ്പൊടി. ജീരകം പൊടിച്ചതാണ് നല്ലത്. ജീരകപ്പൊടിക്ക് പകരം ജീരകം ഇട്ടാലും മതി. ശകലം അയമോദകം കൂടെ ഇടാം നമുക്ക്. ഇത് നല്ലപോലെ ഒരു നല്ല സ്മെല്ല് കൊടുക്കും. പിന്നെ വായു ഉള്ളവർക്കും ഇല്ലാത്തവർക്ക് വായു കിട്ടാൻ ഒക്കെ നല്ലതാണെന്ന് പറയും. നല്ലവണ്ണം തിരുമ്മി ചതയ്ക്കുന്ന പോലെ ആ ഫ്ലേവറിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇതിൽ ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടാലും മതി കേട്ടോ, നല്ല സ്വാദാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കായപ്പൊടി. എല്ലാമായി ഒരു ശകല എണ്ണ കുടിക്കാതെ ഇരിക്കാനാണ് ഈ പൊരികടലയും. ഈ എണ്ണയൊന്ന് ചൂടാക്കി, എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത്, മറ്റ് ഓയിലുകളൊന്നുമല്ല. ഓയിലെടുത്തും ഉണ്ടാക്കാം. ഇത് കടലമാവ് ചേരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വെളിച്ചെണ്ണ ഇഷ്ടം, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഇത് വെളിച്ചെണ്ണ ചൂടാക്കി ഒരു കഷ്ടിച്ച് ഫ്യൂമിങ് പോയിൻ്റ് വരെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കുക. ഇനി വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് കൊണ്ടുവരികയേ പാടുള്ളൂ. മുറുക്കിന് വേണ്ട ഉഴുന്നുമാവ്, ഉഴുന്ന് വറുത്ത് പൊടിച്ചത് ഇതിൽ ഇല്ല. പകരം കടലമാവുണ്ട്. ഇതാണ് ഇവിടുത്തെ മുറുക്കിൻ്റെ ചില്ല്. അപ്പോൾ നമുക്ക് എണ്ണയും ഒഴിക്കാം. ഇതാ ഞാൻ ഷേപ്പൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ ഈ മാവ് സാധാരണ മുറുക്കിൻ്റെ ഷേപ്പിലെടുത്തിരിക്കുക. അധികം എണ്ണയൊന്നും കുടിക്കുകയല്ല കേട്ടോ. നല്ല ഒന്നാന്തര മുറുക്ക്, ഒരല്പം പോലും എണ്ണ കുടിച്ചിട്ടില്ല. നല്ല തകർച്ച, നല്ല രുചിയാണ്. ഒരു ചെറിയ നോർത്ത് ഇന്ത്യൻ രുചി. അത് ഇഷ്ടമുള്ളവർക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ മുറുക്കിനൊട്ടുമേ ഇല്ലാത്ത ആ ഒരു സ്വാദ്, കടലമാവിൻ്റെ ഒരു സ്വാദ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു സംഗതി ഏതെങ്കിലും മാറ്റിയാൽ രുചി അപ്പാടെ മാറും. നല്ല അറ്റംപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയുമുണ്ട്. എന്തോരം അളവിനെന്നോ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത് നമുക്കിവിടെ വായു കിടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ച് ഇട്ട് വയ്ക്കുകയും ചെയ്യാം.
ഗസ്റ്റിനും കൊടുക്കാം, നമുക്കും കഴിക്കാം. 4 മണി ചായക്കൊക്കെ 2 കഷ്ണം വീതം ഒക്കെ എടുത്ത് കഴിക്കാൻ പറ്റും. പിള്ളേരാണ് ഇത് ഇന്ന് തീർക്കും. പിള്ളേരുള്ള വീടാണെങ്കിൽ നാളത്തേക്ക് കാണുകയില്ല, ഒരു സംശയവും. അവർ കയറി ഇറങ്ങി തീർത്തോളും. അപ്പോൾ കുട്ടികളുള്ള വീട്ടിൽ നല്ലോണം ശ്രമിക്കാം. ശരി, നന്ദി, നമസ്കാരം.